പറയുമ്പോലല്ല തളരും. എന്തോന്നായത് രണ്ട് തള്ളുകളീറ്റ് അണയ്ക്കണ്. എടാ ഇന്നലെ വർഷാപ്പിൽ വെള്ളം അടിച്ചിട്ട് ഈ വീട്ടില് നമ്മളെ ചെറുക്കൻ ഷിബു ഇരുന്ന് കരച്ചിൽ കണ്ടിട്ട് എന്റെ ഹൃദയം പൊട്ടിപ്പോയടാ. പിന്നെ സ്നേഹിച്ച പെണ്ണിന് കല്യാണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്നേഹിച്ച ചെറുക്കന് പിന്നെ സങ്കടമാവൂലേ? അതുകൊണ്ടല്ലേ അവരിത് കരഞ്ഞത്. അതുകൊണ്ടാണല്ലോ കൂട്ടുകാരായ നമ്മള് അവളുടെ കല്യാണത്തിന്റെ തലേദിവസം തന്നെ അവളെ ഈ അറബാരയിൽ തട്ടിക്കൊണ്ട് വന്നത്. അല്ലണ്ണാ, ഈ സമയത്ത് ചോദിക്കാൻ പാടുണ്ടോന്ന് അറിഞ്ഞൂടാ. എന്നാൽ ഈ അറബാനയ്ക്ക് അറബാന എന്ന് പേരിട്ടായിരുന്ന എന്റെ അച്ഛന്റെ പേര് അറബാന. ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കണം. അല്ല, ഈ ഇത്രയും കല്യാണ വീട്ടിൽ ആൾക്കാരുണ്ടായിരുന്നിട്ടും അണ്ണ എങ്ങനെയാണ് ഇവിടെ തട്ടിക്കൊണ്ടുവന്നത്? എടാ ഈ കല്യാണ തലേന്ന് പെണ്ണ് വീട്ടിലെ പിറകിലല്ല ബഹളം, വീട്ടിലെ ഫ്രണ്ടിലായിരിക്കും ബഹളം. ഞാൻ ആ സമയം നോക്കി എന്ത് ചെയ്യുന്നറിയാം, വീട്ടിന്റെ പിറകിൽ അവരെ കുളിമുറി ഉണ്ടല്ലേ, അവിടെ ചെന്ന് എത്തി നോക്കി. അപ്പൊ അണ്ണന്റെ പഴയ സ്വഭാവത്തിന് ഇപ്പോഴും മാറ്റം ഇല്ല. സീരിയസ് ആയിട്ട് കാര്യം പറ, മൈൻഡ് അടയ്ക്കും. അപ്പോഴും നോക്കിയപ്പോണ ഈ പെണ്ണ് കുണുങ്ങി എന്തരാ കാര്യത്തിന് അടുക്കള വശത്തോട്ട് ഇറങ്ങി വരണം. ഞാൻ നോക്കിയപ്പോ 3 വാഴ അവിടെ നിൽക്കുന്നു. അതിന്റെ ഇടയിലോട്ട് അങ്ങോട്ട് കയറി വാഴക്കരിയിലെ വാരി പുറത്തിട്ടിട്ട് വേറൊരു വാഴ കണക്ക് ഇങ്ങനെ നിന്നു. അപ്പൊ മൊത്തം 4 വാഴ. എന്ത് പറഞ്ഞാലും അവനങ്ങോട്ട് അല്ല, അണ്ണൻ വാഴയായിട്ട് നിക്കല്ലേ. അപ്പൊ അണ്ണൻ വാഴയല്ലേ, അതാണ് പറഞ്ഞത് അണ്ണൻ വാഴ. അതെ കളിയാക്കിയ അവൻ കരയണടാ, ചെറുക്ക കരയണ, എനിക്ക് വയ്യ, അവൻ കരയണടാ. അവനെ കണ്ടിട്ട് അവൻ കരയാണോ ചിരിക്കുകയാണോ എന്നൊന്നും പിടിയിട്ടില്ല. അങ്ങനെയാണോ? അങ്ങനെയെങ്കിൽ സൂക്ഷിച്ചോ, അവന്റെ സമനില തെറ്റിയാ കരഞ്ഞോണ്ട് വീണ്ടും വിഷമം കൊണ്ടാണ്. മക്കളെ എടാ, നിന്റെ നെയ് തേങ്ങ എനിക്ക് കാണാം. അല്ല, നിന്റെ നെഞ്ച് തേങ്ങുന്നത് എനിക്ക് കാണാം. അല്ല, നിനക്ക് അവളൊക്കെ കല്യാണം അല്ലേ നാളെ, അപ്പൊ വിഷമം ഉണ്ടാവുമല്ലോ. സ്നേഹിച്ച പെണ്ണ് കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമുകൊരു വിഷമാവൂ. നിങ്ങൾക്കൊക്കെ എന്താടാ ഇത്? ആ പെണ്ണുണ്ടല്ല, അവളെന്റെ 28ാമത്തെ ലൈനാണ്. ചുമ്മാ ഇവന് സമനില തെറ്റി. സത്യം, എന്റെ 28ാമത്തെ ലൈനാണ് അവള്. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്നെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞുകൂടാത്തോണ്ടാണ് ഞാൻ എന്തിനാണെന്ന് അറിയാമോ? ഈ പൂവിൽ നിന്നും പൂവിലേക്ക് ചാടി ചാടി തേൻ നൂരുന്ന വണ്ടാണടാ ഞാൻ. വണ്ട് ഇങ്ങനെ വണ്ട് സമനില തെറ്റി. അവളെ തട്ടിക്കൊണ്ട് വരെയും ചെയ്ത് അണ്ണാ, ഇപ്പൊ അവളെ കല്യാണ വീട് ഇളവി കാണും. കല്യാണ വീടല്ലേ ഇളവണ, അല്ലാതെ വയറൊന്നും അല്ലേ. അതല്ല, അവിടെ ഇപ്പൊ പോലീസും ആൾക്കാരെല്ലാം വന്നു കാണും. വരട്ടടാ, പോലീസ് വരട്ടടാ. പൂജപ്പറ സെൻട്രൽ ജയില് ആണുങ്ങൾക്കുള്ളതാണ്ടാ. അതിന് അണ്ണൻ എന്തോന്നു? അണ്ണൻ മാത്രമല്ല, നീയും കിടക്കും. എടാ, സ്നേഹിച്ച പെണ്ണിന്റെ കൈ അവന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ വേണ്ടി ഈ ലോകത്തിന്റെ ഏത് കാരാഗ്രഹത്തിൽ കിടക്കാൻ ഈ ചന്ദ്രൻ തയ്യാറാണ്ട. എവിടെടാ വണ്ട്? ഒരു പൂ വരുമോ? പൂ അയ്യോ, എന്നെ കൊത്തല്ലേ, എന്നിൽ തേനില്ല. അല്ല, നിങ്ങളെന്ത് ഇവിടെ വന്നിരിക്കുന്നു? തെറ്റി സമനില തെറ്റി. നിനക്കൊന്നുമില്ല. നീ വാ. ഡൈ, ഞാൻ ആര്? ചന്ദ്രണ്ണൻ. യവനാര്? മണിക്കുട്ടൻ. ഇനി നീ ആര്? വണ്ട്. ആ വണ്ട് അവിടെ ഇങ്ങോട്ട് കാണി. വണ്ട് ഇതാ അടക്കുന്നു ഇവിടെ. വണ്ട് ചത്ത്. ഇപ്പൊ നീ ആരാണ്? സുമേഷ് ചന്ദ്രൻ. അത്രയുള്ളൂ. സുമേഷ് ചന്ദ്രനായല്ലോ, നോർമലായി. അതായത് സപ്പോസ് നീ സ്നേഹിച്ച ഗായത്രി ഇപ്പോൾ നിന്റെ അടുത്ത് വന്ന് നിന്ന നിനക്കെന്തു തോന്നും? വരത്തില്ല. അഥവാ വന്നാൽ നിനക്കെന്ത് തോന്നും? എന്റെ ചന്ദ്രണ്ണ, അവള് വരത്തില്ല. നിങ്ങൾക്കറിയാമോ, 2 വർഷം ഞാൻ അവളെ പ്രേമിച്ചു. ആദ്യത്തെ 1.5 വർഷം കൊണ്ട് തന്നെ അവളെ സ്വർണവും പൈസയൊക്കെ കുറെ ഞാൻ ഇനി പിടിച്ചെടുത്തു. പിന്നെ ഒരു 6 മാസം ഞാൻ അവളോട് കാണിച്ച വേലത്തരം കണ്ട ദൈവത്തിനാണ് ദൈവം പോലും പൊറുക്കൂല. അവള് എന്റെ അടുത്ത് വരത്തൂല, എന്റെ മുന്നിലും വരൂല. ഇനി അഥവാ എന്നെ കാണുകയാണെങ്കിൽ എന്റെ മുഖത്ത് അവൾ കാർക്കിച്ചു തുപ്പും. ഇത്രയും സുന്ദരിയായ പെണ്ണിന്റെ മുഖത്തൊക്കെ നിനക്കിത് എങ്ങനെ ചെയ്യാൻ തോന്നിയടാ? പൈസ സ്വർണ്ണമൊക്കെ തീരുമ്പോ നമുക്ക് സൗന്ദര്യം തോന്നൂലണ്ണ. അത്ര
ഇതെന്താണ് ഇതെന്തിനിത്? കാച്ചില് കാച്ചില്? എന്നാ അടിപൊളി. എന്റെ പുള്ളിന്റെ ബാക്കി ഇരിപ്പുണ്ട്. നമുക്ക് ഇന്ന് മദ്യത്തിന്റെ കൂടെ കാച്ചിൽ അവിച്ചിണ്ട. എങ്ങനെയുണ്ട്? കിഴങ്ങ് സൂപ്പർ തന്നെ. ഇതിനകത്തിരിക്കുന്നതല്ല കിഴങ്ങ്. ഇപ്പൊ നമ്മൾ രണ്ടുമാണ് കിഴങ്ങ. ഒഴിഞ്ഞു നിക്ക്. അതെന്തൊരു സാധനോട്? അത് ഞാൻ അഴിച്ചു നോക്കാം. ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൻ കണ്ട അവള് കാർക്ക് ചുതുപ്പൂന്ന്. ഇതെങ്ങനെ ഇവളെങ്ങനെ ഇവിടെ വന്ന്? നിനക്ക് വേണ്ടിട്ട് അണ്ണൻ തട്ടിക്കൊണ്ടുവന്നത്. ഞാൻ മാത്രമല്ല അവനും ഉണ്ടായിരുന്നു. എനിക്കറിയണ്ട. ഇതിവിടെ കൊണ്ടുവച്ചെങ്കിൽ അതുപോലെ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചോ. എന്തോന്നാ നീ പറയണത്? കൊണ്ടുവന്ന് കുറച്ചേരം ഇട്ടിട്ട് തിരിച്ചോണ്ട് ഇവിടെ ഇതെന്തോന്ന് KSRTC സ്റ്റാബസ്. പിന്നെ ഇന്നലെ ഞാൻ കരഞ്ഞത് കാര്യമൊക്കെ ശരി തന്നെ. അത് ഇന്നലത്തെ ഷെയർ എങ്ങനെയെങ്കിലും നിങ്ങളെ ഒപ്പിച്ചെടുക്കാൻ വേണ്ടി ഞാൻ കാണിച്ചൊരു വേലയാണ്. അത് പറ്റൂല, അത് പറ്റൂല. ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നേണ്. ഇതിനെ നീ സ്വീകരിച്ചേ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഞാൻ കെട്ടിയ കല എന്നെ തട്ടും. തല തട്ടുമൊക്കെ പിന്നെ നീ കെട്ടറാ. ഞാനാ കെട്ടാനാ? പിന്നെ നീ കെട്ട്. അതെ, എനിക്കറിഞ്ഞൂടെ. തിരിച്ച് വീട്ടിൽ കൊണ്ടാക്ക്. വീട്ടിൽ കൊണ്ടാക്ക്. അത് പറ്റൂല. ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നേണ്. നീ സ്വീകരിച്ചേ പറ്റൂ. അവിടുന്ന് അപ്ലോഡ് ചെയ്യാറിയെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാൻ നമുക്കറിയാം. ഫോറസ്റ്റുകാർ തുറന്നുവിട്ട പെരുമ്പാമ്പിനെ കണക്കിറങ്ങി പറഞ്ഞു. എക്സ്പയർ കഴിഞ്ഞ സാധനമുണ്ട്. 2 അറ്റാക്ക് കഴിഞ്ഞാണ് ജീവിച്ച് ഒക്കോട്ട് ഉപദ്രവിക്കരുത്. ഇതല്ല ഇത്. എടാ, നീ എന്തുവാടാ പറഞ്ഞത്? നീ പറഞ്ഞത് മുഴുവനും ഞാൻ ഈ ചാക്കിനകത്തിരുന്ന് കേട്ടു. പൂവിൽ നിന്ന് പൂവിലേക്ക് തേർന്നുകരുന്ന വണ്ടെന്നോ? വണ്ടെന്നല്ല മണ്ടനെന്നാ പറഞ്ഞത്. മണ്ടനല്ല വണ്ടെന്നേരം നീ പറഞ്ഞത്. തെറ്റ് പറഞ്ഞാ പിന്നെ തിരുത്തി കൊടുക്കുന്നു. പിന്നെ നീ എന്തോടാ പറഞ്ഞേ? നിന്റെ 27ാമത്തെ പെണ്ണാണ് ഞാൻ. തെറ്റിച്ച് 27 28. ഇപ്പൊ നിനക്ക് എന്തിനു വേണം? എടാ ദുഷ്ട ചതിയാ. നീ എന്നെ സ്നേഹിക്കുന്ന പോലെ കാണിച്ചിട്ട് നീ എന്റെ നിന്നുള്ള കാശ് സ്വർണ്ണം ഒക്കെ കൈക്കലാക്കി. ഇനി നീ എന്റെ മേടിച്ച സ്വർണത്തിന്റെയും കാശിന്റെയും എല്ലാ കണക്ക് നീ തീർത്ത പറയണം. തരണം എനിക്ക്. തന്നില്ലെങ്കിൽ നിന്റെ എനിക്ക് തിരിച്ച് മേടിക്കാനും അറിയാം. എങ്ങനെ മേടിക്കും? എങ്ങനെ മേടിക്കുമെന്നോ? എടാ, എന്നെ കെട്ടാൻ പോകുന്ന ആരാണെന്ന് നിനക്കറിയാമോ? എന്നാ കേട്ടോ, അഡ്വക്കേറ്റ് മുകുന്ദനുണ്ണി. മുഖത്ത് മുള്ളിയല്ല, മുകുന്ദനുണ്ണി. അങ്ങേര് നിന്നെ കോടതി മുറിക്കുള്ളിലിട്ട് നിന്നെ ഇഞ്ച പരുവാക്കി എന്റെ മേടിച്ച സ്വർണത്തിന്റെയും പൈസയുടെ ഒക്കെ കണക്ക് പറഞ്ഞ് നിന്നെ കൊല്ലണം. അത് മാത്രമല്ല, നിന്നെ ഞാൻ നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടുത്തിച്ച് അവസാനം നീ സ്വയം ചാവണമെന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തിച്ചിരിക്കും. Yes, Your Honor. Yes, Your Honor. That's all, Your Honor. Thank you. സൂപ്പർ സൂപ്പർ സൂപ്പർ. നീ അവളെ വശോ എന്റെ വശോ? ഇപ്പൊ അവളെ സ്കോർ ചെയ്തിരിക്കണം. അപ്പൊ അവളെ വശം. ഇനി എന്താണ് ഇതിപ്പോ? എന്തിരിയും? ഒന്നും ചെയ്യാനില്ല. നീ കോടതി കയറി ഇറങ്ങി നരങ്ങും. ഇപ്പൊ എന്തിരിയും? ഒരു കാര്യം ചെയ്യും, കയ്യിലുള്ള പൈസ മൊത്തം കൊടുത്ത് ഒതുക്കാൻ നോക്കും. അത് തന്നെ കൊടുത്തേ പറ്റുള്ളൂ. നാറ്റ കേസാവൂടാ. അതെ, എന്താണോ കൊല്ലാൻ മറന്നു. പൈസ തരാം. തരോ? എടുക്ക്. പ്രശ്നം ഉണ്ടാക്കരുത്. ഇല്ല. ഇതെന്റെ ATM കാർഡാണ്. 32. അത് അടിച്ചു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള പൈസ എടുത്തോ. പിന്നെ എടുക്കുമ്പോ ഒരു 100 രൂപ അതിനകത്ത് തന്നെ ഇട്ടിരിക്കുന്നത്. എന്തിന്? അക്കൗണ്ട് കട്ടായി പോകും. ആലോചിക്കാം. ഇതിനകത്ത് നീ എനിക്ക് തരാനുള്ള തുക ഇല്ലെങ്കിൽ തിരിച്ച് ഞാൻ ഒരു വരവ് വരും വിത്ത് മുകുന്ദനുണ്ണി. പിന്നെ ഇനി നീ ഏതെങ്കിലും ഒരു പെണ്ണിനെ ചതിച്ചു എന്ന് ഞാൻ അറിഞ്ഞോ നിർത്തി കൊന്നളയോളം നിന്നെ. അയ്യോ, മല പോലെ വന്നത് ATM കൊണ്ട് അങ്ങ് പോയി. സത്യം. മല പോലെ വന്നതല്ലല്ലോ, നീയൊക്കെ 2 കൂടെ ചെന്ന് ചുമന്നോണ്ട് വന്നതല്ലേ. നല്ല താല്പര്യം ഉണ്ടായിരുന്നു. മനുഷ്യനെ മേക്കടിക്കാൻ എന്റെ അമ്മച്ചി ഇവിടെ വരെ. ഇത് മുതല് ഇനി പലിശ ആര് തരും? പലിശ ചോദിക്കണ്ട. പലിശ കൊടുക്കും. പലിശ ഇവിടെ അതെ, ഞാൻ എവിടെങ്കിലും പലിശക്ക് എടുത്തെങ്കിലും പലിശ തരാം. നീ തരണ്ടടാ. തരണ്ടെന്ന് ഞാൻ എടുത്തോളാം. അമ്മച്ചി ഒന്നേ ഉള്ള. അയ്യോ, കുട്ടന് കുറഞ്ഞു പോയോ? വീണ്ടും തരാം. അമ്മച്ചി ചോദിച്ചു വാങ്ങിച്ചു കിട്ടിയല്ല. നിങ്ങൾക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു? ഞാൻ വെള്ളം അടിച്ചോണ്ട് വല്ലതും വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പൊക്കിക്കൊണ്ടുവരേണ്ട വല്ല കാര്യമുണ്ടോ? എന്റെ ATM ഉൾപ്പെടെയാണ് അവള് കൊണ്ടുപോയത്. ഇനി ആകെ 100 രൂപയുണ്ട്. ഞാനും ഉണ്ട്. 100 രൂപ ഉണ്ടോ? എന്തിന്? ഈ പൈസ കൊണ്ടുപോയി അറവാനയ്ക്ക് വാടക കൊടുക്കാം. അറവാന